ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ടച്ച് ചെയ്യാനും മറക്കല്ല്. ചക്ക വീഡിയോ ആണെന്ന് കാണിക്കാൻ പോണേ. ചക്ക ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് കാണിക്കാൻ പോണേ. അതിനായിട്ട് ചക്ക തന്നെ. ഇത് ചക്ക ബ്രീസറിൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കയാണ്. ഇത് ഇപ്പോഴൊന്നും ഒരാഴ്ച കൂടുതലായി അരിഞ്ഞു വെച്ചിട്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ കേടുകൂടാതിരിക്കും. അത് നമ്മൾ കുക്കറിലാണ് ചക്ക വയ്ക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക നല്ല കട്ടയൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ആവശ്യത്തിന് ചക്ക എടുക്കുക. ശകലം ചക്ക വയ്ക്കുള്ളൂ, കുറച്ചേ വയ്ക്കുള്ളൂ. ഇത്രയും മതി. ഇതിലേക്ക് ചക്ക നമുക്ക് ബാക്കിയുണ്ട്, ഇനിയും ചക്കയുണ്ട്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഇനി ഇത്ര ചക്കയുണ്ട്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ തന്നെ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെട്ടമില്ലാത്ത ഗൈസ്, ഫ്രിഡ്ജിൻ്റെ ബൾബ് പീസായിപ്പോയി. അതാണ് ഫ്രിഡ്ജിൽ വെട്ടമില്ലാത്തത്. ചക്ക കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ചക്കയ്ക്കുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാം. ഇതുണ്ട് ഗൈസ്, ചക്ക കുറച്ചേ ഉള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ, ഒരു കൈ തേങ്ങ വരും, കുറച്ച് തേങ്ങ. ശേഷം ഉണ്ട് പച്ചമുളക്. നമ്മളെ വീട്ടിൽ പിടിച്ച പച്ചമുളകാണ് ഗൈസ്. ഇത് വെള്ളമുളക്. നമ്മൾ വെള്ളമുളകാണ് ചക്കയ്ക്ക് അരയ്ക്കാൻ പോകുന്നത്. ഇത് വീട്ടിൽ പിടിച്ച വെള്ളമുളക്. ഇത് വീട്ടിൽ പിടിച്ച പച്ചമുളകാണ്. നല്ല മണമാണ്, നല്ല പാൽ മണമാണ്. കറിക്കൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റിയായ മുളകാണ്. ഈ ഒരു വെള്ളമുളക് നമുക്ക് ചക്കയുടെ അരയ്ക്കാനുള്ളതിലോട്ടിടാം. അതിനുശേഷം നമുക്ക് കുറച്ച് ജീരകം ഇടാം. എൻ്റെ ജീരകം കഴിയാറായി, ഇത്തിരിയേ ഉള്ളൂ. കുറച്ച് ജീരകം ഇട്ടു. അതിനുശേഷം ഒരല്ലി വെളുത്തുള്ളി ഇടാം. ചെറിയ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് ഇനി മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് കരിവേപ്പിലയും കൂടി ഉണ്ട്. മരം പോലത്തെ കരിവേപ്പിലയും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ചക്കയ്ക്ക് അരച്ചിട്ടുണ്ട്. ചെറിയ ജാറായിരുന്നു എടുത്തത്. അതിൻ്റെ ബ്ലേഡ് പോയി, കണ്ടു, അത് കറങ്ങുന്നില്ല, അരയുന്നില്ല. അങ്ങനെ അതുകൊണ്ട് നമ്മൾ വലിയ ജാറിലാണ്, മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന വലിയ ജാറിലാണ് അരച്ചത്. ഇനി ഇതിലേക്ക് ഒഴിക്കണം. ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു. നമുക്കൊരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു. തുള്ളി 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 വെള്ളം പെട്ടു പോകാൻ പാടില്ല, എരിശൊരുങ്ങി പോകുന്ന തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു കലക്കി ഒഴിച്ചിട്ട് ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഗൈസ്. ഫുള്ള് ഇത് ഇടാനുള്ള എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചക്ക വെച്ചിട്ട് ഒരു 2 വിസിലാണ് കേൾപ്പിക്കുന്നത്. 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ ചക്ക വെന്ത് കാണും. തീ കത്തിച്ച് നമുക്ക് കുക്കർ ഗ്യാസിലോട്ട് വയ്ക്കാം. അങ്ങനെ കുക്കർ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വിസിൽ കേട്ട്